അയ്യോ, എൻ്റെ വാപ്പാക്ക് വീട് പണിയാനാണ് ഹിന്ദുക്കളെ. എൻ്റെ വാപ്പാക്ക് ഉമ്മാക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനാണ്. എൻ്റെ കയ്യിൽ നിന്ന് 400 ഫോട്ടോ വാങ്ങിച്ച് നിങ്ങൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വീട് വെച്ച് കൊടുക്കാനുള്ള എൻ്റെ ആഗ്രഹത്തിനെ നിങ്ങളൊന്ന് സഫലീകരിക്കണം എൻ്റെ ഹിന്ദുക്കളെ. കരയുവാണ്, സോഷ്യൽ മീഡിയ കിടന്ന് കരയുവാണെന്നല്ല, പിച്ചതെണ്ടുവാ. അപ്പം തീട്ടം ബൈജുവും കാമിതയും കൂടി ഈ കണ്ണന വരക്കാരി ഈ കിണ്ണത്തിൻ്റെ അടുത്ത് പോയിട്ട് അവളുടെ വീട് കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതാണോ 60 കോടിയുടെ വീട് എന്നൊക്കെ കാമിത എടുത്തു വെച്ച് ചോദിക്കുന്ന കേട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പാക്കൊരു വീട് വെച്ച് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാനിങ്ങനെ വന്ന് താണു പറയുമ്പം സത്യം പറഞ്ഞാൽ ചില ഹിന്ദുക്കൾക്കിടെ മനസ്സരിയും. അവരങ്ങോട്ട് എന്താ പറയുക, എന്നാൽ ഒരു ഫോട്ടോയ്ക്ക് അങ്ങ് ഓർഡർ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഓർഡറും കൊടുക്കും. ഈ വീട് എന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരു തറക്കല്ലിടുന്ന ഒരു വീഡിയോ ഒക്കെ കാണിച്ച് ഇങ്ങനെ കെഞ്ചി ഹിന്ദുക്കളോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പൊതുവെ മനസ്സലിവുള്ളവരാണ്. അവർ ചിലപ്പം സഹായിക്കും. ഹിന്ദുക്കൾ ഇനിയും കബളിപ്പിക്കപ്പെടരുത്, വഞ്ചിതരാകരുത് എന്ന് കരുതി എടുത്തു വെച്ച് പറയുന്നതാണ്. ഇത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ആണ്. ഇവരുടെ വീടിൻ്റെ കരാറുപണി ഏറ്റെടുത്തിരിക്കുന്നത് ആ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ആളുകളാണ് കരാറ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇന്നലെ തറക്കല്ലിടിയിലാണെന്നും പറഞ്ഞല്ലേ കാണിച്ചത്. തറക്കല്ലിടിയിലൊക്കെ നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു, അതിൻ്റെ മെയിൻ വാർക്ക വരെ കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് വീഡിയോസ് അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളിട്ട വീഡിയോയും ആ വീഡിയോയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കണ്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ കണ്ടോ നിങ്ങൾ ആ വീട്, ആ ഒരു വെള്ള വീട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഇന്നലെ ഈ നായിൻ്റെ മോള് ഈ കണ്ണന വരക്കാരി പെരിങ്കള്ളി ഇട്ട വീഡിയോ ആണ്. ആ വീട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ബാക്കിൽ കാണുന്ന വീട് ശ്രദ്ധിച്ചോ? ഇത് ഇന്നലെ ഈ പെരിങ്കള്ളി താത്ത ബസ് സ്റ്റാൻഡ് വെടിയിട്ട വീഡിയോ ആണത്. ഡാഷിൻ്റെ മോളാണത്. അപ്പം കണ്ടല്ല താത്ത അവിടെ നിൽക്കണമെന്നത്. ഇതാണ് ഇന്നലെ ഈ നായിൻ്റെ മുകളിട്ട വീഡിയോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ വേറൊരു വീഡിയോ കൂടിയിട്ടുണ്ട്, അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയും കൂടി ഈ കണ്ണനവരക്കാരി ഈ നായിൻ്റെ പെരിങ്കള്ളി ഇന്നലെ ഇവരുടെ പേജിലിട്ടതാണ്. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ടിൽ വീട് ശ്രദ്ധിക്കുക. അവളും അവക്കടെ ഹണി ട്രാപ്പ് തന്തയും കൂടി തറക്കല്ലിടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ താത്ത പക്ക മുസ്ലിമാണ് കേട്ടോ. അപ്പോൾ കണ്ണനും ഇല്ല കിണ്ണനും ഇല്ല. കണ്ടല്ലോ, എൻ്റെ വാപ്പാക്ക് വീട് കൊണക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളി നായിൻ്റെ മോള് നടത്തിയ കള്ളിയാണ് വെളിച്ചത്തായത്. സത്യം പറഞ്ഞാൽ ഇനിയും ഹിന്ദുക്കളെ മൂഞ്ചിച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇനി നടക്കൂല. കാരണം കൈയോടുകൂടി പിടിച്ചിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടല്ലേ തറക്കല്ല് ഇട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും സഹായിക്കാൻ ഒരു ഫോട്ടോ വാങ്ങിക്കാൻ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളാണ്. അവർക്കിടെ വീടിൻ്റെ പണി പൂർത്തിയാവാറായി. ഇപ്പം അവർക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. അപ്പം ഹിന്ദുക്കൾ സഹായിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ നാടകമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന വീഡിയോ കാണാം. അത് ജനുവരിയിലാണ് അവരിത് പങ്കുവച്ചിരിക്കുന്നത്. അപ്പം വീടിൻ്റെ പണി പകുതി മുക്കാലും തീരാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വീഡിയോ അല്ല, ഇതൊരു ഫോട്ടോയാണ്. നെക്സ്റ്റ് ഇതൊരു ഫോട്ടോയാണ്. അപ്പം നിങ്ങൾ ഈ 2 ഫോട്ടോയുടെയും, അതായത് ഇത് നോക്ക്, ഇതിൻ്റെ ബാക്കിലെ വീട് നോക്ക്, നേരത്തെ കണ്ട വീഡിയോയുടെ ബാക്കിലെ വീട് നോക്ക്. 2 പേജിലും വന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നാണ്. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവളുടെ വീട് പണി തീരാറായ സമയത്ത് ഇവള് കല്ലിടിയിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഹിന്ദുക്കളെ പറ്റിച്ച് മൂഞ്ചിക്കാനായിട്ട് വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പം ഇനി കരാറെടുത്ത കമ്പനിക്കാർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട വീഡിയോ കാണാം. വീടിൻ്റെ കരാർ പണി ഏറ്റെടുത്ത ആ കമ്പനിക്കാർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച വീഡിയോ ആണത്.
അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെയും ആ വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ടിലെ ഈ വീട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആര് പറയുന്നതാണ് നുണ. മാസങ്ങൾക്ക് മുമ്പ് ഉള്ള വീഡിയോ ആണിത്, അതായത് ജനുവരിയിലുള്ള വീഡിയോ ആണിത്. അപ്പം വീട് പണി ഏകദേശം ഒരു 10-75% പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പം എന്ത് വലിയ പറ്റിപ്പാണ് ഇവിടെ വന്ന് വീണ്ടും ഈ ഹിന്ദുക്കളെ മൂഞ്ചിക്കാൻ നടക്കുന്നത് ഈ പെരിങ്കള്ളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ പെരിങ്കള്ളി നായിൻ്റെ മോള് ഹിന്ദുക്കളെ ഇങ്ങനെ ഇനിയും മൂമ്പിച്ച് ജീവിക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ വേണ്ട. കൂടാക്കടെ ഒരു ഭീഷണിയുണ്ട്. ഭീഷണി പറഞ്ഞ പോലെ താത്ത നീ ഞൊട്ടും. എൻ്റെ പുന്നാര ഗൈസ്, ഇത് 3ാമത്തെ വീടാണ് ഈ സ്ത്രീയുടെ. അപ്പം ഈ സ്ത്രീയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വീട് പണിയിൽ ഇറങ്ങിപ്പോയ കാശ് ആ സ്ത്രീക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കണ്ണനെ വരച്ചു എന്ന പേരിൽ ആ ജീവനില്ലാത്ത ആ ഫോട്ടോ കൊടുത്തിട്ട് ഹിന്ദുക്കളെ വീണ്ടും മൂഞ്ചിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു താത്ത നടക്കില്ല. അപ്പം സ്വന്തം വാപ്പാക്ക് ഒരു മകള് വീട് പണിത് കൊടുക്കുക എന്നുള്ളൊരു സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് താത്തേനെ എല്ലാ ഹിന്ദുക്കളും സഹായിക്കുക എന്നാണ് താത്ത പറഞ്ഞു വരുന്നത്. താത്തയുടെ ഈ എന്താ പറയുക, തുടക്കത്തിലെ ചീറ്റിപ്പോയ പൊറോട്ട നാടകം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. അമ്മാതിരി തെളിവുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിരത്തിയേക്കണത്. 1-2 പേരല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്, 3-4 പെണ്ണുങ്ങൾ ചെയ്തിട്ടുണ്ട്. താത്ത ഇനിയും ഹിന്ദുക്കളെ മൂഞ്ചിക്കാനായിട്ട് വരുന്നെങ്കിൽ വന്നോളൂ, അതിനെയും ഞങ്ങൾ പൊട്ടിക്കും. താത്തയുടെ കയ്യിലുള്ള 18 അടവും എടുത്തിട്ട് പിന്നെ ഇനി 19ാമത്തെ അടവുണ്ടെങ്കിൽ അതും എടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ഹിന്ദുക്കളെ മൂഞ്ചിക്കാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നോളൂ. താത്ത ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇനിയും കണ്ണൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കൂല, നടത്തിക്കൂല. താത്ത പുതിയ വീട്ടിലൊക്കെ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ താത്ത കിടന്നിരിക്കും. നിന്റെ കളികൾ നിന്റെ ആ നായിൻ്റെ മോൻ വാപ്പാൻ്റെ അടുത്തും പിന്നെ നിന്റെ മണഗുണാഞ്ചൻ നിന്റെ തുഫായിക്കാരൻ ഭർത്താവിൻ്റെ അടുത്തും പിന്നെ നിന്റെ കൂടെ ഇപ്പം നീ വെച്ചിരിക്കുന്ന നിന്റെ സ്റ്റെപ്പിനിയുടെ അടുത്തും മാത്രമേ നടക്കുള്ളൂ. വീട്ടുകാർക്കുടെ അടുത്ത് നടക്കൂല, ഞങ്ങളെ പോലുള്ള ചില പെണ്ണുങ്ങളുടെ അടുത്തും നടക്കൂല. നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് നാട്ടുകാരൊക്കെ കുറേ പുറത്ത് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പം അവർക്കിടെ പേടിയൊക്കെ മാറി തുടങ്ങി. കാരണം ഞങ്ങൾ 3-4 പെണ്ണുങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ പറയുമല്ലേ, പിന്നെ എങ്ങനെ അവരും കൂടി നാട്ടുകാർ വെളിച്ചത്ത് വരാണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എന്താണ് ഈ നാട്ടുകാർക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർക്കിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ ഭയന്നിട്ടാണ് ആരും വെളിച്ചത്ത് വരാത്തതും പറയാത്തതും. അപ്പോൾ നിൻ്റെ ആ ഭീഷണി 4ആയിട്ട് മടക്കിയിട്ട് നീ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തിരികെ വെച്ചോളൂ. നിൻ്റെ ഒരു വിളച്ചിലും നടക്കൂല, നടത്തിക്കില്ല. സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ പോലെ നീ അഴിഞ്ഞാടാനാണ് നീ നിൻ്റെ ഉദ്ദേശമെങ്കിൽ സ്പോട്ടിൽ മറുപടി കിട്ടും. നാളെ നിൻ്റെയൊക്കെ കളിയൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതങ്ങനെയല്ല മോളെ, സ്പോട്ടിൽ കിട്ടും എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ കിട്ടും. നീ ഇനി ഒന്ന് കളിച്ച് നോക്കും, നിൻ്റെ വേഷം കെട്ടായിട്ട് നീ ഒന്ന് ഇറങ്ങി നോക്കും.